അധ്യായം 4. നിലാവിൽ പൊലിയുന്ന ഓർമ്മകൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആ ICU വാർഡിന് മുന്നിൽ സാറ തളർന്നിരിക്കുകയായിരുന്നു. അരവിന്ദ് അവളുടെ അരികിലിരുന്ന് കൈകൾ ചേർത്ത് പിടിച്ചു. 30 വർഷം സൂര്യപ്രകാശം ഏൽക്കാത്തതിന്റെ ക്ഷീണം ഐസക്കിന്റെ ശരീരത്തെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. സാറ, നീ കുറച്ച് വിശ്രമിക്ക്. അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അരവിന്ദ് ശാന്തനായി പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അരവിന്ദ്. എന്റെ അച്ഛൻ ഇത്രയും കാലം ആ ഇരുട്ടറയിലുണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ. അവളുടെ വാക്കുകൾ വിതുമ്പലിൽ മുറിഞ്ഞു. എന്റെ അമ്മയുടെ മരണം അദ്ദേഹം കണ്ടിട്ടുണ്ടാകില്ലേ? ആ ഓർമ്മകളുമായി അദ്ദേഹം എങ്ങനെ ആ കിണറിനുള്ളിൽ കഴിഞ്ഞു? അരവിന്ദ് ഒന്നും മിണ്ടിയില്ല. രാഘവൻ വർമ്മയുടെ ക്രൂരതയുടെ ആഴം അവനെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം ബാക്കിയായിരുന്നു. രാഘവൻ വർമ്മ ഒരു കൊലപാതകിയായിരിക്കാം, പക്ഷേ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു ചതി 30 വർഷം മറച്ചുവെക്കാൻ അയാൾക്ക് കഴിയില്ല. കോവിലകത്ത് മറ്റാരോ കൂട്ടുനിന്നിട്ടുണ്ട്. അതേസമയം വർമ്മ കോവിലകത്തെ ഉമ്മറത്ത് ഒരു കറുത്ത ആഡംബര കാർ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയത് തറവാട്ടിലെ മൂത്ത കാരണവർ ശ്രീധരൻ വർമ്മയുടെ മകൻ വിക്രം വർമ്മയായിരുന്നു. രാഘവൻ അറസ്റ്റിലായ വിവരമറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നും എത്തിയതാണ് അയാൾ. വിക്രം കോവിലകത്തെ പഴയ ഹാളിലേക്ക് കയറി. അവിടെ ചുവരുകളിൽ തൂക്കിയിട്ടിരുന്ന മുൻഗാമികളുടെ ചിത്രങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. അയാളുടെ മുഖത്ത് ഒരു നിഗൂഢമായ പുഞ്ചിരി പടർന്നു. അരവിന്ദ് കളി തുടങ്ങിയല്ലേ, പക്ഷെ കളി അവസാനിപ്പിക്കുന്നത് ഞാനായിരിക്കും, വിക്രം സ്വയം മന്ത്രിച്ചു. വിക്രം നേരെ പോയത് ജയിലിൽ കഴിയുന്ന രാഘവൻ വർമ്മയെ കാണാനാണ്. സന്ദർശക മുറിയിലെ ഇരുമ്പഴികൾക്കിടയിലൂടെ രാഘവൻ വിക്രമിനെ നോക്കി. എല്ലാം കൈവിട്ടുപോയി വിക്രം. ആ നീലക്കല്ല് അവൻ കണ്ടെത്തി. ഐസക്കിനെ അവൻ പുറത്തെത്തിച്ചു. രാഘവന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിക്രം ശാന്തനായിരുന്നു. അമ്മാവൻ പേടിക്കണ്ട, ഐസക് പുറത്തു വന്നത് നന്നായി. അയാൾക്ക് മാത്രമേ ആ നീലക്കല്ലിന്റെ യഥാർത്ഥ രഹസ്യം അറിയാവൂ. ആ കല്ല് വെറുമൊരു കല്ലല്ലെന്ന് നമുക്കറിയാമല്ലോ. അത് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് എനിക്കറിയാം. അരവിന്ദിനെയും ആ പെണ്ണിനെയും ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത ദിവസം രാവിലെ ഐസക് ജോസഫിന് ബോധം തെളിഞ്ഞു. സാറയും അരവിന്ദും അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഐസക്കിന്റെ കണ്ണുകൾ സാറയുടെ മുഖത്ത് തറച്ചു നിന്നു. ദേവിക, അദ്ദേഹം പതുക്കെ വിളിച്ചു. അല്ല അച്ഛ, ഇത് സാറയാണ്, നിങ്ങളുടെ മകൾ. സാറ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. ഐസക്കിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി. അദ്ദേഹം പതുക്കെ സംസാരിച്ചു തുടങ്ങി. 30 വർഷം മുൻപുള്ള ആ രാത്രി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുനർജനിച്ചു. ദേവികയും ഞാനും വിവാഹം കഴിഞ്ഞ് കോട്ടയത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ രാഘവൻ ഞങ്ങളെ തടഞ്ഞു. ഈ കോവിലകത്തെ കുടുംബക്ഷേത്രത്തിലെ നീലക്കല്ല് ദേവികയുടെ കൈവശമുണ്ടെന്ന് അവൻ കരുതി. സത്യത്തിൽ ആ കല്ല് ദേവികയുടെ കഴുത്തിലെ കുരിശിൽ ഒളിപ്പിച്ചത് നിന്റെ വല്യമ്മയായിരുന്നു. കോവിലകത്തെ അധികാരം പിടിച്ചെടുക്കാൻ രാഘവൻ ശ്രമിക്കുന്നത് അറിഞ്ഞ വല്യമ്മ ആ രഹസ്യം ദേവികയെ ഏൽപ്പിച്ചു. ഐസക് ഒരു നിമിഷം നിർത്തി ശ്വാസമെടുത്തു. അന്ന് രാത്രി രാഘവൻ ദേവികയെ തള്ളിയിട്ടു. അവൾ മരിച്ചുവെന്ന് കരുതി അവൻ അവളെ കായലിലെറിഞ്ഞു. പക്ഷെ അവൾ മരിച്ചിരുന്നില്ല. അവൾ എങ്ങനെയോ അനാഥാലയത്തിൽ എത്തിപ്പെട്ടു. എന്നെ അവൻ ആ കിണറിലെ രഹസ്യ അറയിലടച്ചു. ആ നീലക്കല്ലിന്റെ താക്കോൽ കിട്ടാൻ അവൻ എന്നെ ഉപദ്രവിച്ചു. പക്ഷെ ആ താക്കോൽ എന്റെ മകളുടെ കഴുത്തിലുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. താക്കോലോ? എന്ത് താക്കോൽ? അരവിന്ദ് അത്ഭുതത്തോടെ ചോദിച്ചു. ഐസക് അരവിന്ദിനെ നോക്കി. അരവിന്ദ്, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു സൂചന തന്നിരുന്നു. ആ നീലക്കല്ല് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ വെച്ചാൽ മാത്രം പോരാ. കോവിലകത്തിന്റെ ഭൂഗർഭ നിലവറയിൽ ഒരു രഹസ്യമുണ്ട്. ആ നീലക്കല്ല് അവിടെ വെച്ചാൽ മാത്രമേ ഈ തറവാടിന്റെ യഥാർത്ഥ നിധി എന്താണെന്ന് വെളിപ്പെടൂ. അത് സ്വർണമല്ല, അത് മറ്റൊരു സത്യമാണ്. അരവിന്ദിനും സാറയ്ക്കും ആ രാത്രി ഭീകരമായിരുന്നു. അവർ കോവിലകത്തേക്ക് തിരിച്ചു വന്നു. പക്ഷേ അവർ എത്തിയപ്പോൾ കണ്ടത് കോവിലകത്തെ CCTV ക്യാമറകൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. പെട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം കേട്ടു. വിക്രം വർമ്മ അവിടെ നിൽക്കുന്നു. അരവിന്ദ്, നിനക്കെന്തോ ഭാഗ്യമുണ്ട്. അമ്മാവൻ ചെയ്ത പാപങ്ങൾ നീ കഴുകിക്കളയാൻ നോക്കുന്നു. പക്ഷേ ഈ കോവിലകം ഇത്രയും കാലം നിലനിന്നത് ആ നീലക്കല്ലിന്റെ ശക്തിയിലാണ്. അത് എനിക്ക് വേണം. വിക്രം തന്റെ കയ്യിലിരുന്ന റിവോൾവർ അവർക്ക് നേരെ ചൂണ്ടി. വിക്രം, നീയും ഇതിൽ പങ്കാളിയാണോ? അരവിന്ദ് ഞെട്ടലോടെ ചോദിച്ചു. പങ്കാളിയല്ല, ഇതിന്റെ സൂത്രധാരൻ ഞാനാണ്. ലണ്ടനിൽ നിന്നും നീ വരുന്നതിന് മുൻപേ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിരുന്നു. ആ നീലക്കല്ല് വിറ്റാൽ കിട്ടുന്ന കോടികൾ മതി എനിക്ക് ജീവിക്കാൻ. അത് തരാതെ നിങ്ങൾ ഇവിടുന്ന് പോകില്ല. സാറ തന്റെ കഴുത്തിലെ ആ കല്ല് മുറുകെ പിടിച്ചു. ഇത് എന്റെ അമ്മയുടെ ചോരയാണ്. ഇത് നിനക്ക് ഞാൻ തരില്ല. വിക്രം ട്രിഗർ അമർത്താൻ ഒരുങ്ങിയതും കോവിലകത്തെ നിലവറയിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. വിഗ്രഹത്തിന് പിന്നിലെ ആ വലിയ വാതിൽ പതുക്കെ തുറക്കുകയാണ്. കാറ്റിൽ വിളക്കുകൾ അണഞ്ഞു. ഇരുട്ടിൽ ആ നീലക്കല്ല് സ്വയം തിളങ്ങാൻ തുടങ്ങി. സാറയും അരവിന്ദും ആ വെളിച്ചത്തിന് പിന്നാലെ നടന്നു. വിക്രമും അവർക്ക് പിന്നാലെ തോക്കുമായി ചെന്നു. ആ നിലവറയ്ക്കുള്ളിൽ അവർ കണ്ട കാഴ്ച അവരെ സ്തംഭിച്ചുപോയി.
30 വർഷമായി ആരും കാണാത്ത ആ സത്യം അവിടെ വെളിപ്പെടുകയായിരുന്നു. കോവിലകത്തെ പുതിയ വില്ലൻ വിക്രം വർമ്മയുടെ വരവോടെ കഥ പുതിയൊരു വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. ആ നീലക്കല്ല് തുറക്കാൻ പോകുന്ന പുതിയ രഹസ്യമെന്ത്? അരവിന്ദും സാറയും വിക്രമിന്റെ കെണിയിൽപ്പെടുമോ? അഗ്നിസാക്ഷിയിലെ മഞ്ഞുതുള്ളിയുടെ 5-ാം അധ്യായത്തിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.